മുമ്പ് കണ്ട സിനിമയാണ് ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി. ഞാൻ ആ സിനിമയുടെ കഥയിലേക്കല്ല പോകുന്നത്, ആ ടൈറ്റിലേക്കല്ല. സിനിമ അന്നും ഇന്നും ഈ 3 വാക്കുകളിൽ നിൽക്കുന്നത്. ഈ കാലം എടുത്താലും ശരി, അത് ലോക സിനിമ മൊത്തം എടുത്തോളൂ, മലയാള സിനിമ മാത്രമൊന്നുമല്ല. മലയാള സിനിമ പണ്ടും ഇന്നലെയും ഇന്നും നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി. ഇതിന് കാരണക്കാരല്ല, നമ്മൾ കാണികളുടെ ഇടയിലുണ്ട് ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി. വെരി സിമ്പിൾ. എന്തിനു കൂടുതൽ പറഞ്ഞ നടന്മാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയണം, നടികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയണം, പ്രൊഡ്യൂസേഴ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറയണം, ഡയറക്ടേഴ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് സിനിമ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ദയവേത് ഒന്ന് പഠിച്ചിട്ട് വേണം സിനിമ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട്. അല്ല കൈകൊള്ളു ഉറപ്പാത്. എന്തിനാ മറ്റുള്ളവർക്ക് കുറ്റം പറഞ്ഞ? വലിയ സൂപ്പർ താരങ്ങളെ വെച്ച് സിനിമ എടുക്കണ്ടെന്ന് ഞാൻ ധൈര്യമുള്ളവർ മാത്രം സിനിമ എടുത്താൽ മതി. Why you are going behind all those things? Why you are respecting those people? Because you are respecting those people. They will demand it. ഞാനൊരു സൂപ്പർ താരമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും എനിക്കൊരു 2 കോടി വേണം, എന്നാലേ ഞാൻ അഭിനയിക്കുള്ളൂ. വേണ്ടെന്നേ, നിങ്ങൾ എന്നെ എടുക്കണ്ട, നിങ്ങൾ വേറെ ആൾക്കാരെ എടുത്തോളൂ. എടുത്ത് നിങ്ങൾ പടം വിജയിപ്പിക്കും. എന്താ അതിന് ധൈര്യമില്ലാത്തത്? എന്നിട്ട് നടപ്പാരെ കുറ്റം പറഞ്ഞതിന്? എനിക്ക് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യും എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. ഒരു സംശയവും വേണ്ട, അതിൽ ഒട്ടും ഞാൻ കുറയ്ക്കില്ല. നടന്മാർക്ക് എപ്പോഴാണ് വാല്യൂ വന്നത്? സൂപ്പർ ഹീറോസിന് എപ്പോഴാണ് വാല്യൂ വന്നത്? ഒരു സിനിമയുടെ പ്രൊമോഷൻ ആ ആളുടെയും കൂടി ബാധ്യതയാണ് എന്ന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കിയെടുത്തൊരു വിവരക്കേടിന്റെ പുറകെ പോയത് കൊണ്ടാണ് ഈ പറഞ്ഞ സൂപ്പർ താരങ്ങൾക്ക് ഇത്രയും വാല്യൂ വന്നത്. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി എത്ര പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും പണ്ട് നടന്മാരെ നടിമാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഈ പറഞ്ഞ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇവരുടെ പുറകെ നടക്കുകയാണ്. അവര് പറയും ഒരു പ്രൊമോഷന് ഒരു സ്റ്റേജിൽ പോകണമെങ്കിൽ ഇത്ര രൂപ അവർ കൊടുക്കാൻ നിൽക്കണം, അവര് വാങ്ങിക്കണം, അവരെ ഒഴിവാക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത സിനിമ ആരാ നിങ്ങൾ തടയുന്നത്? ആരും തടയുന്നില്ല. വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കൈ കൊള്ളവരുടെ കൈ കൊള്ളും, അത് അവരുടെ ഭാഗ്യദോഷത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഇനി പുത്തൻ പ്രവണത എന്ന് പറയുന്നത് ഇപ്പൊ എം.ടി. വാസുദേവൻ നായരുടെ ഇപ്പൊ ഇവിടെ പരാമർശിച്ച സിനിമ തന്നെ. ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ആ രംഗം വെച്ചുകൊണ്ട് ഇന്നൊരു സിനിമ ചെയ്യാൻ സാധിക്കുമോ? പറ്റില്ല. അത് പുത്തൻ പ്രവണതയല്ലേ? അത് ഇന്നുണ്ടല്ലോ, അത് പുത്തൻ പ്രവണതയല്ലേ? ഇപ്പോ കാതൽ എന്ന് പറയുന്ന സിനിമ പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ചെയ്തായിരുന്നെങ്കിൽ ഈ സബ്ജക്റ്റ് ആരെങ്കിലും അംഗീകരിക്കുമായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ പുത്തൻ പ്രവണത എന്താണ്? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം അത് പണ്ടെടുത്തായിരുന്നെങ്കിൽ ആ തലമുറ അംഗീകരിക്കുമായിരുന്നോ? കാരണം ഭർത്താവ് സുഖമില്ലാണ്ട് കിടക്കുന്നു, മരിക്കാൻ പോകുന്നു, ആ സമയത്ത് തന്നെയാണ് അതിനകത്തുള്ള കഥയുടെ കാമ്പ് മുളച്ച് പിരിമുറുക്കം ഉണ്ടാക്കുന്നതും അല്ലേ? ഇത് പണ്ട് ആരെങ്കിലും സംഭവിക്കുമായിരുന്നു? ഇല്ല. അപ്പൊ ഇപ്പോഴത്തെ പ്രവണത എന്താണ്? അപ്പൊ പ്രവണത എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രമേയം ജനങ്ങൾ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കും, പറയാൻ നോക്കൂല. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഓൾഡ് ക്ലാസിക്കിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളും ക്ലാസിക് സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആരും അറിയാതെ ഇരിക്കുന്നതാണ്, അല്ലാതെ മാനുഫാക്ചർ ചെയ്യുന്നതല്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോ ഒരു പ്രേക്ഷകനാണ് സിനിമയുടെ. എനിക്ക് അതിന്റെ ടെക്നിക്കൽ വശങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഞാനപ്പോ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ സിനിമ മാറിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കും ആ സിനിമയും തമ്മിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇമോഷണലി. എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.